വേഗം ഓരോ കുപ്പികൾ എടുത്തോണ്ട് ഓരോരുത്തർ പൊക്കോളി. ഇതെന്റെ കുപ്പിയല്ല, ഇത് തന്റെ കുപ്പിയാണോ ഞാനെങ്ങനെയാണ് പറയുന്നത്? എല്ലാവരുടെയും കുപ്പിയിൽ മരുന്നൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ കുപ്പി എടുത്തോണ്ട് പൊക്കോണം. അപ്പൊ മരുന്നോ സാർ? മരുന്ന് എല്ലാ സൂക്കേടിനും മരുന്ന് ഒന്നും തന്നെയാ. അല്ലെ കൊഴിച്ചു വെച്ചെടുത്തോണ്ട് പൊക്കോളൂ. എന്തോ എന്തോ ഇവളുടെ ശരീരം ഒരുപോലെ പൊങ്ങുന്നു. ഓ, അത് പ്രായത്തിൻ്റെതാ. ഇന്നലെ രാത്രി മുതലാ കാണാൻ തുടങ്ങിയത്. എന്നാ ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് പരിശോധിച്ചേ. എന്നോട് തിരിഞ്ഞില്ല. താൻ നോക്കണ്ട, ഡാക്ടറമ്മ നോക്കിക്കോളൂ. പത്രത്തെ എന്തോ ആരാ അവിടെ? ഏലിയാമ്മയും ചിന്നമ്മയാണ്. ചിന്നമ്മയല്ല, ചിന്നമ്മ. വെറും ചിന്നമ്മയാ. അല്ലേ, ഡാക്ടറമ്മ എന്താ ഞോണ്ടി വരുന്നേ? ഈ കണക്കിന് ഞങ്ങളെ ചികിത്സിക്കേണ്ടി വരുമെന്നാണല്ലോ തോന്നുന്നേ. എനിക്ക് നല്ല സുഖമില്ല ഏലിയാമ്മേ. ഉളുക്കാണേലേ ഒന്ന് വലിച്ചു കുടഞ്ഞാ മതി. വലിച്ചു കൂടേണ്ട, താഴോട്ട് പോരും. ഇത് ഉളുക്കൊന്നും അല്ല, വാദമാണെന്നാ തോന്നുന്നത്. വാ മോളെ, നമുക്ക് പോയേച്ച് നാളെ വരാം. ഇവർക്ക് എന്നതാ സൂക്കേട്? സർവത്ര പൊങ്ങലാണെന്നാ പറഞ്ഞത്. അത് ചൂടിന്റെ കൂടുതൽ കൊണ്ട് അതങ്ങ് താന്നോളൂ. അത്ര അല്ല പത്രച്ച ഈ കഥ ഒന്ന് അടച്ചിട്ട് ഒന്നും മുറിക്കാത്തോണ്ട് വാ. പത്ര കഥ അടച്ചപ്പോൾ ഞാൻ മുറിക്കാത്തോണ്ട് വാന്നേ അകത്തുനിന്ന് അടച്ചാൽ. എന്റെ കാലൊന്ന് ഞെക്കിത്ത, കാലിന് വല്ലാത്ത കടച്ചില്. ആമവാദമാണെന്നാ തോന്നുന്നത്. എന്നാ ഇത് മുതലാളിയുടെ അവിടുന്ന് പകർന്നതായിരിക്കും. എന്റെ കർത്താവേ, ദൈവത്തിന് തന്നെ അറിയാം. എന്റെ കർത്താവേ, എന്റെ കൊച്ചമ്മയുടെ കയ്യിൽ ആമവാദം വന്നാല് ഞാനാണ് കറങ്ങാൻ പോകുന്നത്.